ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ നമ്മളങ്ങനെ രാവിലെ ധൃതി പിടിച്ച് എഴുന്നേൽക്കൊന്നുമില്ല. വേണ്ടത്ര ഉറങ്ങി എല്ലാ ക്ഷീണവും തീർത്തിട്ടേ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 8:30 9 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും രാവിലെ പിന്നെ നീണ്ട പരിപാടികളൊന്നുമില്ല. ബ്രെഡ് മുരിക്ക, മുട്ട ഓംലേറ്റ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ഇന്നാണ് കൂടുതൽ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും മക്കളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ മക്കളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ വീട്ടിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ക്ലീനിങ് ചെയ്താലാണ് അവർക്കതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ മോൻ ടി വി കാണുമായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചു. അവൻ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോഴും ബ്രെഡ് കഴിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ ടി വിയിലാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, പോയി ടി വി ഓഫ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആള് ടി വി ഓഫ് ചെയ്യാൻ പോണതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ തൊട്ട് ശീലിച്ച ഒരു കാര്യമാണ് ടി വി കണ്ടിട്ട് ഭക്ഷണം കഴിക്കൽ വേണ്ട എന്നുള്ളത്. നമ്മളുടെ മക്കളായാലും നമ്മളതൊന്ന് ശീലിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ടി വി കണ്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്നത് എന്താണ്, അതിൻ്റെ രുചി എന്താണ്, അതിൻ്റെ നിറം എന്താണെന്നൊന്നും അതൊന്നും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കില്ല. അവർ വെറുതെ എന്തോ കഴിക്കുന്നു, കഴിഞ്ഞു പോകുന്നു. പലപ്പോഴും പാരൻസ് അവർ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ അറിയാതെ അങ്ങനെ കഴിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ തീരെ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മൾക്ക് ഓരോന്നും നമ്മളുടെ പ്രാക്ടിക്കലി എങ്ങനെയാണോ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇന്ന് മേരിമോളാണ് കേട്ടോ പാത്രമൊക്കെ കഴുകി വെക്കുന്നത്. സ്കൂളുള്ള ദിവസമൊക്കെ ആകുമ്പോൾ മേരിമോൾ ബിസിയാണ്. അപ്പോൾ മേരിമോൾക്ക് അത് എപ്പോഴും പറ്റില്ല. നമ്മളങ്ങനെ മേരിമോളെ കൊണ്ട് ചെയ്യിക്കില്ല. കാരണം അവർ സ്കൂളിൽ പോകുന്നു, അവർ ബിസിയാണ്. അപ്പോൾ ഒരു സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ പാത്രം കഴുകാനാണെങ്കിലും വീട് ക്ലീൻ ചെയ്യാനാണെങ്കിലും മോനെയാണെങ്കിലും മോളാണെങ്കിലും സെറ്റിയൊക്കെ നീക്കി തരാൻ മോനെ ഞാൻ വിളിക്കും. അങ്ങനെ എല്ലാവരും കൂടി അത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ വീട് വൃത്തിയായി കിടക്കണം, അതിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുള്ളൂ കേട്ടോ. നമുക്കിവിടെ നെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ശീതലടിക്കും, നന്നായിട്ട് വെള്ളം അടിക്കും. അതുപോലെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പം വാഷിംഗ് മെഷീൻ്റെ ഈ ബോർഡിലേക്കൊക്കെ വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ കവർ വാങ്ങിച്ചു. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പേര്, എത്ര kg വാഷിംഗ് മെഷീൻ ആണെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്യൂട്ടായിട്ടുള്ള കവറുകൾ അതിൽ കാണിക്കും. അപ്പം അങ്ങനെ ഞാൻ മേടിച്ച കവറാണ് കേട്ടത്. അപ്പം ഞാനിത് ഇടാൻ നോക്കിയപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഭയങ്കര ഹെവിയാണ്. എനിക്കത് തിരിക്കാൻ ഒന്നിനും പറ്റുന്നില്ല. അതിൻ്റെ ഇത് തിരിച്ചിട്ട് ഇടണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ 2 ഹോളുണ്ട്. ഈ 2 ഹോളിൽ അതിൻ്റെ ബാക്കിൽ പോയിരിക്കുന്ന പൈപ്പുകൾ ഊരി ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് കറക്റ്റായിട്ട് അതിൻ്റെ മേലെ കൂടെ എടുത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടാലാണ് അത് നല്ല ഫിറ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ കവർ ചെയ്തിടാനേ പറ്റുള്ളൂ, അതൊരു ഭംഗിയിൽ നിൽക്കില്ല. അപ്പോൾ ഭാഗ്യത്തിന് ഇതിപ്പോൾ 2 ദിവസം മുന്നാണ് ഡെലിവറി ചെയ്ത് വന്നത്. ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ എന്താ പറയുക, ഇപ്പോൾ ക്വിക്ക് വാഷ് ഇട്ട് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് കഴിഞ്ഞാലും 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ഡ്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഡ്രം ഓഫ് ആവില്ല. ഡ്രം ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആവണം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് എൻ്റെ ലോക്ക് പിടിപ്പിച്ച് തുറക്കുമ്പോഴും അത് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആകെ ഫങ്ഷൻ എന്തോ മാറിക്കിടക്കുക. ചില സമയത്ത് നമ്മൾ 30 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലേ ആക്കുമ്പോൾ അത് 2 hours പോകും. അപ്പോൾ അവർ വന്ന് ഇത് അധികം നാളായിട്ടില്ല, ഒരു 8 മാസമായിട്ടുള്ള ഈ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട്. ഇവിടെ ഉണ്ടായിരുന്നതാണ്, വേർപൂളിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അവരെ സർവീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ ചെക്ക് ചെയ്തു കേട്ടോ. ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഡാഷ്ബോർഡോ എന്തോ മാറ്റണം, ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഇനി അതിൻ്റെ ബോർഡ് മാറ്റാനായിട്ട് ഇന്ന് അവർ വരും. അപ്പം ഇന്നലെ വരാൻ വേണ്ടി വന്നില്ല. അപ്പം ഞാൻ ഇന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ നീക്കാനൊക്കെ ആയിട്ട് ഒരാളും കൂടെ വേണം, എൻ്റെ കൂടെ ഉണ്ടായാലാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും വരുമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അതിന് മുന്നേ ഈ വാഷിംഗ് മെഷീൻ്റെ കവർ വന്നത് ഭാഗ്യമായി. അപ്പോൾ അവർ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഈ കവറും കൂടി ഇടിപ്പിച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും. വിജയുടെ പോണേറ്റ് മുന്നേ വന്നെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വിജയുടെ പോണേറ്റ് മുന്നേ കവർ കിട്ടിയില്ല. അപ്പം ഇനി എന്തായാലും ഇന്ന് അവർ വരുന്നത് കൊണ്ട് ഭാഗ്യമായി. അപ്പോൾ അവർ വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് വെച്ചേക്കാം. മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അവർ വരുമ്പോൾ ഇത് ഇടിപ്പിക്കണം. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇങ്ങനെ നനയാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ ഇതുപോലെ കവറിട്ട് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് നമ്മുടെ ഫിറ്റഡ് ഷീറ്റുകളാണ് കേട്ടോ. വിജയന് ഭയങ്കര നിർബന്ധമായിരുന്നു ഫിറ്റഡ് ഷീറ്റ് ഇടണം, അതാകുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നൊക്കെ.
പക്ഷെ നമ്മളുടെ ബെഡിന് കറക്റ്റ് സൈസിനുള്ള ഷീറ്റുകളല്ല നമുക്ക് കിട്ടിയത്. ചിലത് ഒരു ബെഡിന് നല്ല കറക്റ്റ് ഫിറ്റ് ആയിരുന്നു, ബാക്കി ബെഡിന്റെ കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ മോളുടെ ഇതിനാണെങ്കിൽ ബെഡിനാണെങ്കിൽ സിംഗിൾ ബെഡാണത്. അപ്പൊ സിംഗിൾ ബെഡിന്റെ ഉണ്ടായിരുന്നില്ല. പക്ഷെ സിംഗിൾ ബെഡിനേക്കാളും കുറച്ചും കൂടെ മെഷർമെന്റ് കൂടുതലുള്ള ഫിറ്റഡ് ഷീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ മേടിച്ചപ്പോൾ ഇതൊന്നും കറക്റ്റ് ഫിറ്റ് അല്ല. അപ്പൊ ഫിറ്റായി നിന്നില്ലെങ്കിൽ ഫിറ്റഡ് ഷീറ്റിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഇവിടെ വിചാരിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ഷീറ്റ് ഇട്ടത്. ഇതൊക്കെ ബെഡൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഫിറ്റഡ് ഷീറ്റ് അങ്ങനെ എല്ലാ വസ്തിക്കും തിരിച്ച് മറിച്ചിടാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കോട്ട് ഇത്തിരി നീക്കണം. ഈ കോട്ടൊന്നും അനക്കാൻ പറ്റില്ല, അത്ര ഹെവി ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റിച്ച് എലാസ്റ്റിക്കിന്റെ ഭാഗം സ്റ്റിച്ച് ഇരുന്ന് വിടിയിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ നൂലുകൾ ഇതാവുന്നു. അപ്പൊ എനിക്ക് ഈ അലർജി പ്രശ്നം അതുകൊണ്ട് അത് ബുദ്ധിമുട്ട്. എനിക്ക് തുമ്മാൻ വരുന്നു. പിന്നെ അത് ഒത്തിരി സമയം എടുത്തിട്ട് വേണം, കാരണം ഇത്രയും ലെങ്ത് ആക്കണ്ടേ. അപ്പൊ അത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിയപ്പോ ഇത് കര എലി കരണ്ട പോലെ ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനി നമുക്ക് അരിക് തയ്പ്പിക്കാം. പിന്നെ ഈ ഫിറ്റഡ് ഷീറ്റിന്റെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് മടക്കി വെക്കാന്ന് പറയുന്നത്. കാര്യം യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് എങ്ങനെയാ മടക്കി വെക്കുന്നത്. പക്ഷെ വലിയ പാടാണ് അത് മടക്കി വെച്ചാലും. നമുക്കിപ്പോൾ കണ്ടോ ഇതിങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പില്ലോ കവറുകൾ വെച്ച് മടങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് മടക്കിയാലും നല്ല ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. ഇതിങ്ങനെ പൊന്തം പോലെ നിൽക്കും. അപ്പം അത് എനിക്ക് വേറൊരു ബുദ്ധിമുട്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ എല്ലാം വെട്ടി സ്റ്റിച്ചൊക്കെ കളഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. അതായത് ഇതിന്റെ കോർണർ ഭാഗങ്ങളുണ്ടല്ലോ ഇങ്ങനെയായിരുന്നു. ഇത് ഇങ്ങനെയായിരുന്നു. അതായത് നമ്മുടെ ഫിറ്റഡ് ഷീറ്റ് അല്ല. അപ്പോൾ ബെഡിന്റെ വീതി വരുന്ന കോർണർ ഭാഗം ഇത് സ്റ്റിച്ചായിരുന്നു. അതും ഞാൻ അഴിച്ചപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലില്ല. അപ്പോൾ ഇനി ഇന്ന് നമുക്ക് വേറെ പീസ് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു ആഷ് കളർ അങ്ങനെ മേടിച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇത് മുഴുവൻ അരിക അടിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും സഹായം വേണ്ട, നമുക്ക് ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിടാം. ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ. പിന്നെ അപ്പം ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്രീൻ ഉണ്ട്, മെറൂൺ കളർ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇത് വെട്ടിയിട്ട് അതിന് മാച്ചിനുള്ള കളർ മേടിച്ചിട്ട് 1 മീറ്റർ തുണി എങ്ങാനും മേടിച്ചാൽ മതി. മേടിച്ചിട്ട് അത് സ്ക്വയർ അവിടെ വെച്ചാക്കിയാൽ നമുക്ക് കറക്റ്റ് നേരെയാക്കാൻ പറ്റും. ഈ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഞാൻ എത്രയൊക്കെ ഡോക്ടേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട്. അവർ പറയുന്നത് മാക്സിമം 3 ദിവസം മതി, കൂടുതൽ നിങ്ങൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉപയോഗിക്കരുത്. പില്ലോ കവർ ഡെയിലി മാറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം എപ്പോഴും ഇത് കഴുകാനായിട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് അതിൻ്റെ സമയം എടുക്കും. കാരണം നല്ല ഇത്തിരി കട്ടിയുണ്ട് ഇതിന്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഈ ഇട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ്. ഇതൊക്കെ നമ്മൾ സീമാസിന്ന് മേടിച്ചതാണ്. 900 രൂപയുടെ ബെഡ്ഷീറ്റിന് പകുതി വിലയ്ക്ക് 450 രൂപയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയത്. നല്ല വെർത്തായിട്ടുള്ള ബെഡ്ഷീറ്റാണ്, നല്ല വലിപ്പമുണ്ട്, അതിൻ്റെ ഡിസൈനും ഭംഗിയാണ്. നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ 3 റൂമിലും കിടക്കുന്നത് ഇതിൻ്റെ പല ഡിഫറെൻറ്റ് കളേഴ്സാണ്. പില്ലോ കവറും കൂടിയിട്ട് 2 പില്ലോ കവറും കൂടിയിട്ട് നല്ല വെർത്തായിട്ടുള്ള ബെഡ്ഷീറ്റാണ്, നല്ല സൂപ്പറാണിത്. ഇത് ഈ മെറ്റീരിയൽ ഇങ്ങനെ ഒരു ഇത്തിരി പൊടി കയറി പിടിക്കുന്ന പോലത്തെ തന്നെ മെറ്റീരിയലാണിത്. അപ്പോൾ 2-3 ബെഡ്ഷീറ്റുകളെങ്കിലും മിനിമം ഉണ്ടായാലാണ് നമുക്കൊരു 3 ദിവസം കൂടുമ്പോൾ മാറ്റാനും വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം അന്ന് സീമാസിൽ പോയത് ഞാൻ പലപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. സീമാസിൽ ഭയങ്കര ഓഫറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുന്നൊക്കെ പോവാറൊക്കെ ഉണ്ട്, എന്നാലും അതങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് അവിടെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് മേടിക്കാനായിട്ട് അവിടെ പോയപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് ബെഡ്ഷീറ്റ്. പിന്നെ മേരിമോൾക്ക് ഉടുപ്പ് തയ്ക്കാനുള്ള 2 തുണി മേടിച്ചിട്ടുണ്ട്, അതും മേടിച്ചു. അപ്പോൾ ഞാൻ വെറുതെ സാരിയുടെ അവിടേക്കൊന്ന് പോയി. അപ്പോൾ സാരിയും ഇതുപോലെ പകുതി വില, 900 രൂപയുടെ സാരി 450 രൂപയ്ക്ക്. ഇത് ബംഗാൾ കോട്ടൺ സാരിയാണ് കേട്ടോ, ബംഗാൾ കോട്ടയാണ് സാരി. അപ്പം ഇതാണ് ഒരു കളർ. എനിക്ക് ഇങ്ങനെ ഒരു കളർ അങ്ങനെ ഇല്ല. അപ്പോൾ എനിക്കൊരു ബ്രൗൺ കളർ ബ്ലൗസ് ഉണ്ട്. ഇത് ശരിക്കും ബ്ലാക്ക് ആണ് ഇതിന്, അല്ലെങ്കിൽ ഈ യെല്ലോ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി എനിക്ക് ബ്രൗൺ കളർ ബ്ലൗസ് ഉണ്ട്, അത് ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു ഈ സാരിക്ക്. പിന്നെയുള്ളത് ഈ കളർ സാരിയാണ് കേട്ടോ. ഇത് വേറൊരു കളർ സാരി. ഈ കളറും എനിക്കില്ല, ഇല്ലാത്ത കളറുകൾ തന്നെയാണ് നോക്കി മേടിച്ചത്. അപ്പോൾ ഇതിനും ബ്ലാക്ക് ആണ് ഈ കാര്യം 3നും പോവും. പക്ഷെ ഞാൻ ഇതിന് ഈ കളർ തന്നെ ബ്ലൗസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇതിന് ബ്ലാക്കോ ആണ്, ഇതുമ്പോൾ ലൈൻ വൈറ്റും ഉണ്ട്, വൈറ്റ് ഭംഗി ഉണ്ടാവില്ല. ഞാൻ പക്ഷേ ഈ കളർ തന്നെ ബ്ലൗസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ. ഇനി ഇത് അടുത്തത് ഒരു എന്താ പറയുക, ചെറുപയർ പച്ചയോ അങ്ങനെയൊക്കെ പറയാം അല്ലേ, അങ്ങനെ ഒരു കളർ. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളറ് ബ്ലൗസ് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ
നമ്മളിങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള പ്ലെയിൻ നമ്മളുടെ സാധാരണ ബ്ലൗസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല സാരികളൊക്കെ ഇനി മേടിക്കുമ്പോഴായാലും ചിലതൊക്കെ ഒന്ന് മാച്ച് നോക്കിയിട്ട് ഇടാം. എനിക്കങ്ങനെ അപ്പൊ പ്ലെയിൻ ബ്ലൗസുകൾ ഇപ്പൊ നമുക്ക് എല്ലാ സാരിയും നമ്മൾ വിത്ത് ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ്. നമ്മൾ സാരി അതിൽ നിന്ന് വിത്ത് ബ്ലൗസിലാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുക. ആ ഒരു ബ്ലൗസ് നമുക്ക് ആ സാരിക്ക് ഇനി മാത്രമേ ഇടാൻ പറ്റുള്ളൂ, വേറെ സാരിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനാണെങ്കിൽ വിത്ത് ബ്ലൗസുകൾ ഇല്ല, ഇതിന് സാരി മാത്രമേ ഉള്ളൂ, 5.5 മീറ്റർ സാരിയുടെ നീളം മാത്രമേ ഉള്ളൂ, ബ്ലൗസ് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലെ പ്ലെയിൻ ബ്ലൗസുകളുടെ കളക്ഷൻ ഒരു ബ്ലാക്ക്, പിന്നെ റെഡ്, ബ്ലൂ, അങ്ങനെ ഇത്തിരി കോമൺ കളേഴ്സ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതുപോലത്തെ സാരികൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ മാച്ചിന് പോവും. ഇല്ലെങ്കിൽ ഞാൻ ആ ബ്ലൗസിന്റെ മാച്ച് നോക്കിയിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും സാരി സെലക്ട് ചെയ്യാലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് എനിക്ക് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്, ബസ്സിന് പോകണം കേട്ടോ. അപ്പൊ അവിടെയും ഒരു കടയുണ്ട്. ആ കടയിൽ നിന്നാണ് ഞാൻ സാധാരണ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പോയി മേടിക്കാറ്. അണ്ടർ സ്കേർട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ്. അവിടെ നിന്നാണ് കേട്ടോ ഈ കണ്ടില്ലേ ഈ പൊതുപ്പുകളൊക്കെ നമ്മൾ മേടിച്ചത് അവിടെ നിന്നാണ്. അലർജിക് ആയിട്ടുള്ളവർ ഇങ്ങനത്തെ പൊതുപ്പുകൾ ഉപയോഗിക്കരുത്, കോട്ടൺ ഷീറ്റുകൾ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ AC ഇട്ട് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പാകുമ്പോഴോ നമുക്ക് കോട്ടൺ ഷീറ്റ് മതിയാണ്ട് വരും. കാരണം നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ഇങ്ങനത്തെ ഇതായതുകൊണ്ട് ഈ ഒരു പുതപ്പ് തന്നെ മേത്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മേത്ത് പുതപ്പില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഇത് മേടിച്ചത് അവിടെ നിന്നാണ്. നമ്മൾ സാധാരണ ദുബായിൽ നിന്നാണ് ഇത് മേടിച്ചു കൊണ്ടുവരുന്നത്. നമുക്ക് ഇപ്രാവശ്യം വെയിറ്റ് കൂടിയപ്പോൾ നമുക്കത് കൊണ്ടുവരാൻ പറ്റിയില്ല, നമ്മൾ അതവിടെ വെച്ചു. അപ്പൊ ഇവിടെ വന്നപ്പോൾ മേടിച്ചു 350 രൂപയായിട്ടുള്ളൂ കേട്ടോ ഇതിന്, ഈ പൊതുപ്പുകൾക്ക്. ഇത് ഞാൻ ഈ പറഞ്ഞ കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് പോയിട്ട് ഇതിന് ബ്ലൗസ് പീസുകൾ വാങ്ങിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ബെഡ്ഷീറ്റുകളുടെ അത് ഫില്ല് ചെയ്യാനുള്ള തുണികൾ കറക്റ്റ് കളർ നോക്കി മേടിക്കണം, ചുരുങ്ങാത്ത തുണി മേടിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു പോളിസ്റ്റർ പോലത്തെ തുണി മേടിച്ചാലും കുഴപ്പമില്ല, കാരണം അരികു വശങ്ങൾ വരുന്നല്ലോ, നമ്മൾ കിടക്കുന്ന ഭാഗത്തല്ലല്ലോ, അരികു വശങ്ങളിലല്ല വരണേ. അപ്പൊ അത് മേടിക്കണം. അപ്പൊ അങ്ങനെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക, അടിച്ചു വാരി തുടയ്ക്കാനും വൃത്തിയാക്കാനൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ നമ്മൾ ഇന്ന് ഉച്ച തിരിഞ്ഞ് മമ്മിയുടെ വീട്ടിൽ പോകും. നമ്മളുടെ വീട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ആണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കള് കാറ്റിസം പഠിക്കുന്നത് ആ പള്ളിയിലാണ്. അപ്പോൾ നാളെ കാറ്റിസത്തിന്റെ ദിവസമല്ലേ രാവിലെ. അപ്പൊ രാവിലെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പടഞ്ഞു പോവാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മൾ എഴുന്നേറ്റ് പോകണ്ടേ. അപ്പോൾ നമുക്ക് വീട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ വീട്. അപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് മേരിമോൾക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോവും. പിന്നെ വൈകിട്ടപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഉറങ്ങി നാളെ രാവിലെ ആരാംസെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവർ കാറ്റിസിന് പോകും. കാറ്റിസം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ചയ്ക്ക് ഒരു കുഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പം പോവാനുള്ള ഡ്രസ്സുകളുടെ കവറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഓരോ കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കുമ്പോൾ അത് അപ്പം തന്നെ വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കവറാക്കി വെച്ചിട്ടുണ്ട്. സീമാസിൻ്റെ അന്ന് സാരി മേടിച്ചപ്പോൾ ഒക്കെ കിട്ടിയ കവറാണ് ഇത്. അപ്പം ഇതിൽ വെച്ചിട്ടുണ്ട്. ഓർക്കുമ്പോൾ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. പിന്നെ നമുക്ക് പോണ വഴിയിൽ മേരിമോളുടെ ഉടുപ്പ് ഇവിടെ തയ്ക്കാൻ കൊടുത്തപ്പോൾ അവർക്ക് സമയമില്ല, അവർക്ക് ഭയങ്കര തിരക്കാണ്. ജൂലൈ 10-ാം തീയതി കഴിയാണ്ട് അവർക്ക് തുണികളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ടൈലറിങ് ഷോപ്പ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിയിലുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ്റെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ വൃത്തിയാക്കലും കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ തുണി എടുക്കാനൊന്ന് പോയി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം മമ്മിയാണ് കേട്ടോ നമ്മളുടെ സാരി ബ്ലൗസുകളൊക്കെ തയ്ക്കുന്ന ആള്. മക്കളുടെ ഉടുപ്പാണെങ്കിലും ഞങ്ങളുടെ ചുരിദാറാണെങ്കിലും ഇപ്പം ഞാൻ ഇട്ട് നിങ്ങൾ കാണുന്ന ഇതൊക്കെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ്. ചുരിദാറാണെങ്കിലൊക്കെ മമ്മിയാണ് തയ്ക്കുക. അപ്പോൾ മമ്മീൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ ബ്ലൗസിൻ്റെ തുണികളൊക്കെ എടുത്ത് കൊടുത്താൽ മമ്മിക്ക് അവിടെ പതുക്കെ ഇരുന്ന് ഓരോന്നോരോന്നായിട്ട് തയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നതിന് മുന്നേ തന്നെ കടയിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഉച്ചയ്ക്ക് നമുക്ക് പയറും കായാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉപ്പേരിക്കുള്ളത് ശരിയാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ അവിടെ കാച്ചാൻ വെച്ചിട്ടുണ്ട്. അത് കരിഞ്ഞു പോകരുത്, നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ ഒരു കരിവ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് വെക്കും. ഇനി അത് നന്നായി ചൂടാറി കഴിയുമ്പോൾ നമ്മളത് അരിച്ച് ഒരു ബോട്ടിലേക്ക് മാറ്റും ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ ഈ എണ്ണ കാച്ചുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അലർജിക് ആയിട്ടുള്ള ആൾക്കാർ ഞാനും മേരിമോളാണ്. മേരിമോള് ചെറുപ്പം തൊട്ടേ അലർജിക്കാണ്. പൊടിക്ക്, തണുപ്പ്,
തണുപ്പ് അത്ര പ്രശ്നമില്ല, പൊടിയാണ്. പിന്നെ രാവിലത്തെ സമയം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ആ ഒരു സമയത്തും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ പല ഡോക്ടേഴ്സിനെയും മാറി മാറി കാണിച്ചു. നമ്മൾ ഹോമിയോ കാണിച്ചു, ആയുർവേദം കാണിച്ചു, നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു, അങ്ങനെ പല മരുന്നുകളും കാണിച്ചു. അലർജി ടെസ്റ്റ് നടത്തിയപ്പോൾ സാധാരണ ആൾക്കാർക്ക് കോമൺ ആയിട്ട് അലർജി ഉണ്ടാവുക പൈനാപ്പിളിനൊക്കെ അലർജി ഉണ്ടാവും. മേരിമോൾക്ക് പൈനാപ്പിളിനും നേന്ത്രപ്പഴത്തിനും മാത്രം അലർജി ഇല്ല. ബാക്കി എല്ലാ ഫുഡുകൾക്കും, നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ പൊടികൾക്കും, എല്ലാത്തിനോടും മേരിക്ക് അലർജിയാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവള് പതുക്കെ പതുക്കെ അത് സർവൈവ് ചെയ്ത് വരും. അവൾക്കാണെങ്കിൽ ചിക്കനൊക്കെയാണ് ആൾക്ക് ഇഷ്ടം. അപ്പൊ ചിക്കനൊക്കെ കൊടും അലർജി ആയിരുന്നു. അപ്പൊ അങ്ങനെയല്ല, നിങ്ങളെല്ലാം കൊടുത്തു നോക്കി നോക്കൂ, അത് അങ്ങനെ ശരിയായിക്കോളെന്ന് പറഞ്ഞു. മേരിമോൾക്ക് ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ ഈ ടെസ്റ്റ് നടത്തിയത്. അങ്ങനെ നമ്മൾ പിന്നെയും ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നു, ഇൻഹേലറുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ മേരിമോളുടെ മുഖമൊക്കെ ഇരുളാൻ തുടങ്ങി, ഇരുണ്ട് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അതൊരു ടെൻഷനായി. ഇപ്പൊ നമ്മൾ ആയുർവേദത്തിലോട്ട് മാറ്റി. അങ്ങനെ പല പല മരുന്നുകൾ. അപ്പൊ ഈ ആയുർവേദത്തിലെ വൈദ്യന്മാരെല്ലാവരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അരിഷ്ടതകളൊക്കെ മാറും, അത് കഴിയുമ്പോൾ അവർ ഓക്കെ ആവും എന്നാണ് പറഞ്ഞിട്ടോ. അതുപോലെ തന്നെ മേരിക്ക് ഒരു 12 വയസ്സിന് ശേഷം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കുറച്ച് ശ്രദ്ധകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് എണ്ണ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എനിക്ക് പണ്ടൊക്കെ നല്ല നല്ല മുടിയല്ല, നല്ല അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ തൊട്ട് നമ്മളുടെ ഒരു കൺസെപ്റ്റാണ് കറ്റാർവാഴ, നെല്ലിക്ക, കർപ്പൂരം, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇട്ട് എണ്ണ കാച്ചുക എന്ന് പറഞ്ഞാൽ. എനിക്കാണെങ്കിൽ എണ്ണ കാച്ചുക, സ്വതവേ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ലോകത്ത് കിട്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇട്ടിട്ടാണ്, ഒരു വലിയ പ്രൊസീജിയറാണ് എണ്ണ കാച്ചുന്നത്. ചെമ്പരത്തി, അങ്ങനെ തുളസി, അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് എണ്ണ കാച്ചാറ്. അപ്പൊ മേരിമോൾക്ക് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനത്തെ ഒരു എണ്ണയാണ് പറ്റി കൊടുക്കാറ്. പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞു അവൾക്ക് അലർജിക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, പിന്നെ എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായുള്ളൂ തുടങ്ങിയിട്ട്, സൈനസിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ തണുപ്പ് ചേർക്കുന്ന കാര്യങ്ങളുള്ള എണ്ണ ഉപയോഗിക്കരുത്. അതായത് കറ്റാർവാഴ, നെല്ലിക്ക, ഇതൊന്നും നമുക്ക് നല്ലതല്ല, കാരണം അതൊക്കെ തണുപ്പാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഈ വീട്ടിലേക്ക് മാറിയതിന്റെയും തിരക്കൊക്കെ ആയിട്ട് നമ്മള് ദുബായിൽ നമ്മൾ തേച്ചിരുന്ന എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത് ഞാൻ കൊണ്ടുവന്നില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്തുണ്ടായിരുന്ന കറ്റാർവാഴയൊക്കെ തേച്ചിട്ടുള്ള എണ്ണ മേരിക്ക് ഉപയോഗിച്ച് കൊടുത്തു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ അടുപ്പിച്ച് അത് പറ്റിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മേരിക്ക് ഇപ്പോൾ വയ്യായ വന്നത്. അത് ഇപ്പൊ നമ്മുടെ എണ്ണ കാച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മുക്കുറ്റിയും ചുമന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലയും, പിന്നെ ആദ്യം ഒരു 2-3 മണി ആ ഒരു കുരുമുളകും പൊട്ടിച്ചിട്ടുള്ള അത്രേ ഉള്ളൂ എണ്ണ. അതും കുറേ കാച്ചി വെക്കില്ല, കുറച്ചായിട്ട്. അപ്പൊ മുക്കുറ്റി ഞാൻ ഇന്നലെ ഈ വഴി മുഴുവൻ ഇവരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ മതിലിന്റെ അരികത്തൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ, പ്രത്യേകിച്ച് മഴക്കാലാണ്. നോക്കിയപ്പോൾ മുക്കുറ്റി കിട്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ ചുമന്നുള്ളിയും വേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ അലർജിക് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്കായാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ എണ്ണ കാച്ചുമ്പോൾ തണുപ്പുള്ള സാധനങ്ങൾ ഇട്ടിട്ടുള്ള എണ്ണ കാച്ചാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ കുളിക്കേണ്ട സമയമാണെങ്കിലും ഒരു ഉച്ച തിരിഞ്ഞിട്ടുള്ള ആ സമയത്തായിരിക്കും എണ്ണ തേക്കുക. അധികം നേരം നിൽക്കാതെ നല്ല തണുത്ത വെള്ളത്തിലല്ലാതെ ചെറിയ ചൂടുവെള്ളത്തിൽ പറ്റിയെങ്കിൽ തല കഴുകുക, മേല് കഴുകുക. അതാണ് അവർക്ക് ഏറ്റവും നല്ലൊരു കുളി പറയുന്ന ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഡെയിലി മാറ്റാൻ പറ്റിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ മാക്സിമം 3 ഡേയ്സ് അതിന് മുന്നേ തന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിലും പില്ലോ കവറുകളാണെങ്കിലും മാറ്റി കൊടുക്കുക. പിന്നെ അവരുടെ റൂം എപ്പോഴും നമ്മളൊരു ഡസ്റ്റ് ഫ്രീ റൂം ആക്കിയിട്ട് അങ്ങനെ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ രാവിലത്തെ സമയമാണ് മേരിമോൾക്കായാലും ബ്രഷ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകാനായിട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് അവരുടെ സൈനസുകളൊക്കെ നല്ല റിലാക്സ് ചെയ്തൊക്കെ ആയിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്ത് മുഖം കഴുകുമ്പോൾ രാവിലത്തെ സമയം തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ ആ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അവരുടെ സൈനസ് പെട്ടെന്ന് ഇതാവും. അങ്ങനെയാണ് അവർ ആ തുമ്മിക്കൊണ്ടിരിക്കുന്നതും ചുമച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ അവർക്ക് മുഖം കഴുകാനും ബ്രഷ് ചെയ്യാനൊക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള അലർജിക് പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഞാൻ എൻ്റെ പയറും കായൊക്കെ നന്നാക്കട്ടെ കേട്ടോ. നമുക്കിപ്പോൾ സമയം 11:15 ആവാറായി. അപ്പൊ നമ്മളുടെ എണ്ണയുടെ അത് കരിഞ്ഞു പോരുത്, അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ബൾക്കായിട്ടൊന്നും എണ്ണ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ചുമന്നുള്ളിയും കറിവേപ്പിലയും 2-3 മണി കുരുമുളകും. മുക്കുറ്റി കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചക്കോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ കാച്ചുക, ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ കറ്റാർവാഴ ഈ വക പരിപാടിയൊക്കെ നിർത്തി ഞാനും ഈ സെയിം എണ്ണ തന്നെയാണ് കേട്ടോ തേക്കുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എണ്ണ കാച്ചലൊക്കെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേ നോക്കിയപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മാനം ഇങ്ങനെ ഇരുണ്ട് നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ കാണാനായിട്ട്. കാരണം മഴ പെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ ഒരു നീല കളർ ഇങ്ങനെ പരക്കുമ്പോൾ നമ്മളുടെ ആ അങ്ങ് അകലെയുള്ള ആ ഒരു മലയോ എന്തോ കാടോ അത് കാണാനായിട്ട് ഇങ്ങനെ ഒരു നീല വെളിച്ചാണ് അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ആ ഒരു തീവ്രത കൂടുമ്പോൾ പിന്നെ അത് വളരെ ഡാർക്ക് കളറാവും. പിന്നെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റാതെ നല്ല ബ്ലാക്ക് കളറോ കരിമ്പച്ച കളറിൽ ആ മലകളൊക്കെ മൂടിപ്പോവും ട്ടോ. അപ്പം അങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എത്ര മഴക്കാറ് ഇരുണ്ട് വന്നാലും മഴ പെയ്യുമോ എന്നുള്ളത് അത് പെയ്താൽ തന്നെയേ മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ലൊരു മഴ പെയ്തിറങ്ങി ട്ടോ. നല്ല സൂപ്പർ മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞങ്ങളുടെ എണ്ണ തേക്കലും കുളികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. നേരം ഒരുപാട് വൈകി. കാരണം ആം, നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വിജയൻ്റെ ചേച്ചിയുടെ മക്കൾ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മേരിക്ക് 3 മണിക്ക് ട്യൂഷനുണ്ട്. 3:15 ട്യൂഷനുണ്ട്. അപ്പോൾ സമയം 2:45 ആവാറായി. അപ്പോൾ നേരം വൈകിയത് കൊണ്ട് ചടപടേന്നാണ് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മോനെ ഞാൻ വിളിച്ചേക്കാണ്. ഇതുപോലെ സ്കൂളില്ലാത്ത ദിവസം ഫുഡ് കൊണ്ടുവന്ന് വെക്കുക, തിരിച്ച് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ സിങ്കിൽ കൊണ്ടുവന്ന് വെക്കാം. ഇതൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. അപ്പം ചേച്ചി ഇല്ലാതെ ഇന്ന് അവൻ തന്നെയാണ് ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. അതാണ് ആ ഒരു വളരെ സ്ലോ ആയിട്ട് ഒരു എന്താ പറയുക ഒരു മടി ആ നടത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ മേരിമോൾക്ക് 3:15 ട്യൂഷന് പോകേണ്ടതായതുകൊണ്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറിക്കോ എന്നും പറഞ്ഞ് ധൃതിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ നേരം വൈകിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും പറയും പ്രായം ഒരു നമ്പർ മാത്രമാണ്, അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. കാര്യം അത് കേൾക്കുമ്പോഴൊക്കെ നല്ല രസമാണ്, നല്ലൊരു മോട്ടിവേഷനാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. പ്രായം നമുക്ക് നമ്മുടെ മനസ്സിന് നമുക്ക് ചിലപ്പോൾ തോന്നിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ അങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, 2 വലിയ മക്കളായി, ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയായി, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ജീവിച്ച് കഴിഞ്ഞു. അങ്ങനെയൊക്കെ നമുക്ക് ഓർക്കുമ്പോഴാണ്, അതൊക്കെ ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തോന്നുന്നത്, ഓ ഇത്രയൊക്കെ ലൈഫ് ഞാൻ ജീവിച്ച് കഴിഞ്ഞല്ലേ എന്നുള്ളത്. പക്ഷേ പ്രസൻ്റ്ലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നും ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാനിപ്പോൾ പഠിച്ചൊരു VHSയിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ പോയിരുന്നു കഴിഞ്ഞാൽ ഇന്നും ഞാൻ അതുപോലെ തന്നെ ഇരിക്കും. അതായത് അന്നത്തെ പഠിക്കാനുള്ള ആ ഒരു പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാനും, ഇനിയിപ്പോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കാനും, പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെയും നമ്മളിപ്പോഴും റെഡിയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് ആ ഒരു പ്രായം ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മുടെ ശരീരം നമ്മളെ ഇങ്ങനെ ശരീരത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും വന്നുകൊണ്ടിരിക്കും അല്ലേ. അതിൽ പ്രത്യേകമായിട്ട് വരുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ എല്ലിന്, പല്ലിന്, മുടിക്ക്, നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിനെയൊക്കെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതല്ലാതെ പ്രായമാവുന്നു ഇനി അതവിടെ ഇടുക അങ്ങനെയല്ല. നമ്മളെപ്പോഴും എന്താ പറയുക അത് മാക്സിമം ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ ഇപ്പം മുടിയിൽ വരുന്ന ഇപ്പം എനിക്ക് അത്യാവശ്യം ഗ്രേ കളർ ഹെയേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗാർണിയറിൻ്റെ ഹെയർ കളർ വീട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാൻ മാത്രമുള്ളതൊന്നുമില്ല. അപ്പോൾ എനിക്ക് മോളാണ് അത് ഞാനൊരു 2 മന്ത്സ് കൂടുമ്പോഴൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് മോളാണ് ചെയ്തു തരുന്നത്. ഞാനിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഹെയർ കളർ മേടിക്കും. എന്നിട്ട് എനിക്ക് മോള് ചെയ്തു തരും. അപ്പോൾ അത് ചെയ്യാനിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്ന് നേരം വൈകിയത്. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരം വൈകി. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ പതിവ് പോലെ മോൻ പറഞ്ഞു എനിക്ക് വേണ്ട. അവനെന്നും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് വേണ്ട എന്നുള്ളത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നിർബന്ധിച്ച് അങ്ങോട്ട് പിടിച്ചിരുത്തി ഒരു 2 ഉരുള ചോറ് നമ്മളൊന്ന് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളതിൻ്റെ ടേസ്റ്റ് പിടിക്കും. അപ്പോൾ പിന്നെ ആളങ്ങോട്ട് ബാക്കി കഴിച്ചോളും. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിരുന്നപ്പോഴും ആൾ ടി വി കാണുമായിരുന്നല്ലോ, അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ടി വി ഓണാണ്. പിന്നെ അവന് ശ്രദ്ധയുണ്ടാവില്ല, അവന് പിന്നെ ടി വിയിലേക്കായിരിക്കും ശ്രദ്ധ. അപ്പോൾ ഞാൻ പറഞ്ഞു ടി വി ഓഫ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആളത് ഓഫ് ചെയ്തിട്ടില്ല, ടി വി പോസ് ചെയ്ത് വെച്ചിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി അങ്ങടേക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്, മേരി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാനും ജോസഫും കൂടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ താഴേക്ക് വരാം. എന്നിട്ട് നമുക്ക് അപ്പാപ്പൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ചിക്കൻ മേടിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ ഒരു സമയമാകുമ്പോൾ അവിടെ വരാം. അപ്പം മേരി താഴേക്ക് വന്നോളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വാഷിംഗ് മെഷീൻ നന്നാക്കാനുള്ള ആൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവർ നമ്മളെ പറ്റിപ്പിച്ചു, അവർ വന്നില്ല. അവരിനി മൺഡേ ആണ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, വരുമോ ആവോ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അതും പോയി.
അപ്പോൾ ഞാൻ അവരെയും പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തുണി മേടിക്കാനായിട്ട് പോണമെന്നും പറഞ്ഞ് കടയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതെന്തായാലും ടൈമിൻ്റെ വാല്യൂ അത് നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു നമ്മളുടെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അതൊരു കമ്മിറ്റ്മെൻ്റാണ്, അതൊരു റൈറ്റാണ്. അപ്പോൾ നമ്മളെ ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ റൈറ്റ് ടൈമിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളും മറ്റുള്ളവരും ഒരേപോലെ ചിന്തിക്കണം കേട്ടോ. അങ്ങനെ ചേച്ചി ട്യൂഷന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ ചിക്കൻ മേടിക്കാൻ പോവാണ്. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. നടന്ന് പോകാനാണെങ്കിൽ ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോയി ചിക്കനൊക്കെ മേടിച്ച് ചേച്ചിയുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ താഴെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ ഒരു 2, 3 പ്രാവശ്യമായി പോയി നോക്കണു, ട്യൂഷൻ കഴിഞ്ഞോ കഴിഞ്ഞോ ചേച്ചി വരാറായോ എന്ന്. അപ്പോൾ ഞാനും വിചാരിക്കുമ്പോൾ ഒന്ന് സ്റ്റെപ്പ് കയറട്ടെ എന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റെപ്പ് കയറും വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേച്ചീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഷോപ്പുണ്ട്. അതായത് നമ്മുടെ പൂരി, ചപ്പാത്തി, അപ്പം, ദോശമാവ് അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പ്. കുറച്ച് നാളായുള്ളൂ കേട്ടോ ഇത് വന്നിട്ട്. പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിലും അത് വളരെ നല്ലൊരു കാര്യമാണ്. നല്ല സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ മേടിക്കാറൊക്കെയാണ്, നമുക്ക് സമയമില്ലാത്ത സമയത്ത് തിരക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ചിക്കൻ കറിയല്ല, എന്നാൽ പൂരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പൂരിയാണെങ്കിൽ 10 എണ്ണത്തിൻ്റെ പാക്കറ്റിന് 20 രൂപ, ചപ്പാത്തി ആണെങ്കിൽ 10 എണ്ണത്തിൻ്റെ പാക്കറ്റിന് 40 രൂപ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ദോശമാവ്, പിന്നെ ഇഡ്ഡലി മാവ്, പിന്നെന്താ അപ്പം മാവ്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ പലപ്പോഴും അവിടുന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേ മേരിമോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മേരിമോൾ പറയായിരുന്നു, അയ്യോ ട്യൂഷൻ കുറേ നേരമായോ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ട്യൂഷൻ കുറച്ച് നേരത്തെ കഴിഞ്ഞു, ഇവനിടയ്ക്ക് പോയി നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ മേരിമോള് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇടവപ്പള്ളി. ഞാനിവിടെ നോക്കുമ്പോൾ കാണാറുള്ള ആ ഒരു വൈറ്റ് ഡോമായിട്ടുള്ള പള്ളി കാണിച്ചു തരാറില്ലേ, അതാണ് എൻ്റെ ഇടവപ്പള്ളി. അപ്പോൾ എൻ്റെ വീട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിനി തുണി മേടിക്കാൻ പോകാനുണ്ട്. അപ്പം ഞാൻ മോനെ വീട്ടിലിറക്കി കയ്യിലുണ്ടായിരുന്ന കവറുകളൊക്കെ മമ്മിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആ ഓട്ടോയിൽ തന്നെ ഞാനും മേരിമോളും കൂടെ തുണി മേടിക്കാൻ പോയിട്ടോ. അപ്പോൾ അങ്ങനെ തുണി മേടിക്കാൻ വന്നിരിക്കുന്നത് അതും കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സ്ഥലമാണ്, മുർക്കനിക്കര എന്ന് പറയും. അവിടെ ഒരു സജി ഫാബ്രിക്സ് ഉണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, ഒരു സാധാരണ കടയാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ചെന്നാൽ എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. നമുക്കിവിടെ മുറ്റത്ത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പപ്പയിലും മമ്മിയായാലും ചെടികളും തോട്ടമൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ ഈ പൊതുവെ ഈ മഴക്കാലം വരുമ്പോൾ പിന്നെ ചെടികളോടുള്ള ആ ഒരു ഇത് നമുക്ക് കെയറിങ് ചെയ്താലും കാര്യമില്ല, അത് അത്രയും അങ്ങോട്ട് സക്സസ് ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അകത്തും ഒക്കെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പപ്പയും മമ്മിയും അവർക്ക് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് തന്നെ അവരുടെ വീടും പരിസരമൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തടുത്ത് വീടുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഷോപ്പിൽ പോയിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണണ്ടേ. അപ്പം ഞാനത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ ബെഡ്ഷീറ്റാണ്. പ്യുവർ കോട്ടൺ അല്ല, ഒരു 80% കോട്ടനും പിന്നെ അതിൽ മിക്സഡും ഉണ്ട്. അങ്ങനെ ഡബിൾ ഷീറ്റാണ്, പിന്നെ വിത്ത് പില്ലോ കവർ. 360 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് മാറ്റിയിടാനായിട്ട് ബെഡ്ഷീറ്റുകൾ വേണമായിരുന്നു. അപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ചു. ഇതും ഡബിൾ ബെഡ്ഷീറ്റ് തന്നെയാണ് വിത്ത് പില്ലോ കവർ. അത് മേരിയുടെ റൂമിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മളത് മേടിച്ചു. പിന്നെ ഞാൻ ദേ പില്ലോ കവർ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടാനായിട്ട് ഞാനൊരു കോട്ടൻ്റെ തുണി സെപ്പറേറ്റ് മേടിച്ച് തയ്ക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബെഡ്ഷീറ്റ് മേടിക്കാനായിട്ട് നിന്നപ്പോൾ അവിടെ ഇങ്ങനെ പില്ലോ കവറുകൾ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് 60 രൂപ, പെയറായിട്ടേ കൊടുക്കുള്ളൂ, 120 രൂപയ്ക്ക് 2 എണ്ണം അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ തുണിയെടുത്ത് തയ്ച്ച് വരുമ്പോൾ അത് ടൈമും നഷ്ടം, അത്രയും സമയവും കളയണം, അത്ര ഒരാളതിന് വേണ്ടി മെനക്കെടണം. അപ്പോൾ അതിനും ഭേദമല്ലേ ഇങ്ങനെ. അതൊരു സ്റ്റാൻഡേർഡ് സൈസിലാണ് പില്ലോ കവറുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ 2 എണ്ണം മേടിച്ചു. പിന്നെ ഇത് ഞാൻ മേരിമോൾക്കും എനിക്കും ഒരു കുർത്ത പോലെ തയ്ക്കാനായിട്ട് മേടിച്ചതാണ്. അവിടെ നമ്മൾ ഡമ്മീമേ ഒരു ഉടുപ്പിട്ട് കണ്ടു, മേരിയുടെ കുട്ടികൾക്കൊക്കെ പറ്റിയ പോലത്തെ. അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മാക്സിനും സ്പ്ലാഷിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉടുപ്പുകൾ കാണുമ്പോൾ നമ്മളത് വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ആപ്റ്റായിട്ടുള്ള തുണിയാണെന്ന് കണ്ടപ്പോൾ അതിന് തയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ട് ഒരു സിമ്പിൾ കോട്ടൻ്റെ കുർത്ത തയ്ക്കാനായിട്ട് മേടിച്ചതാണ്. ഇത് മേരിക്ക് ഉടുപ്പ് തയ്ക്കാനായിട്ട്. പിന്നെ മേരിയുടെ ഉടുപ്പുകൾക്ക് നമ്മൾ ഓവർലോക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ ഒരു പെറ്റിക്കോട്ട് ഇട്ടാൽ മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണത്. പിന്നെ ഇത് ഞാൻ കോമൺ ആയിട്ട് ലൂസ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫ് വൈറ്റും ഒരു ബ്ലാക്ക് കളറിലുള്ള തുണി എടുത്താണ്. മീറ്ററിന് 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഒരു ക്രേപ്പ് മെറ്റീരിയലാണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കുർത്തകളുടെ അടിയിലൊക്കെ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് മേടിച്ചതാണത്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസ് പീസിൻ്റെ തുണികൾ നമ്മൾ ഏകദേശം സാരിയുടെ കളറുകളും ഒരു കോമൺ കളേഴ്സൊക്കെ നോക്കി മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനനുസരിച്ച് നമുക്ക് സാരി മേടിക്കുമ്പോഴായാലും നോക്കി മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ബ്ലൗസ് തയ്ക്കാതെ ഒപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് അവിടെ കണ്ടതാണ് ഒരു ഓയിൽ സാരി. ഞാൻ സാധാരണ ഓയിൽ സാരി ഇതുവരെ എടുത്തിട്ടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മച്ചിമാരൊക്കെ വീട്ടിലെടുക്കുമ്പോൾ ഈ സാരികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ തുമ്പത്തുള്ള ഒരു കളർ ബ്ലൗസ് പീസ് എനിക്കുണ്ട്. എന്നാൽ പിന്നെ ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഓയിൽ സാരിയും മേടിച്ചു. 390 രൂപയാണ് അതിൻ്റെ വിലയായത്. പിന്നെ ഇത് ചവിട്ടികൾ നമ്മൾ ബാത്റൂം കഴുകുമ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബാത്റൂമിൻ്റെ അവിടെയുള്ള ചവിട്ടികളെല്ലാം മാറ്റി കഴുകിടും. അപ്പോൾ അത് ഉണങ്ങി കിട്ടുന്നവരെ നമുക്ക് ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3 ചവിട്ടികൾ മേടിച്ചു. 65 രൂപയാണ് കേട്ടോ ഒരു ചവിട്ടിയുടെ വില. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മൾ മേടിച്ച കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓടിച്ചെന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റീസും കളക്ഷൻസും ഒന്നും അവിടെ ഇല്ല. എന്നിരുന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തന്നെ ഇപ്പോൾ ഒരു ബ്ലൗസ് മെറ്റീരിയൽ ആണെങ്കിലും അണ്ടർ സ്കേർട്ട് ആണെങ്കിലും തൃശ്ശൂരൊക്കെ പോയി മേടിക്കുമ്പോൾ ഭയങ്കര പൈസയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും സാരിയും ചുരിദാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാലും അതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണി അല്ലെങ്കിൽ സാരി ബ്ലൗസിൻ്റെ തുണി സ്കേർട്ടുകൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും മുറുക്കിനിക്കര വന്ന് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 2x2 തുണിക്ക് 140 130 അങ്ങനെയൊക്കെയാണ് മീറ്റർ റേറ്റ്. ഈ പോളിക്കോട്ടൺ തുണിക്ക് 80 രൂപയാണ് മീറ്ററിൻ്റെ റേറ്റ് കേട്ടോ. ഈ സെയിം സംഭവം തന്നെ. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാഴ്ചയിലും നമുക്ക് തൊടുമ്പോഴും തോന്നിക്കുന്ന ഇതേ തുണികൾ തന്നെ തൃശ്ശൂർ പോയി മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പൈസയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ഓടി നടന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ടയേർഡാണ്. ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് മമ്മി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി നാളെ കാറ്റിസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാം. അതുവരേക്കും സീസൺ ബൈ ബൈ.